കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിന്റെ ഏതാണ്ട് 80% നിത്യാവശ്യ നിദാന ചെലവുകൾക്കും പലിശക്കുമൊക്കെ ആയിട്ട് ശമ്പളത്തിനുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വ്യത്യസ്തമായ പാതയിൽ സഞ്ചരിക്കാതെ തരമൊന്നുമില്ല. കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും വളരെ അംബീഷ്യസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സത്യത്തിൽ നമുക്ക് കാര്യമായ പണം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനോ ആളോഹരി വരുമാനം കൂട്ടാനോ എന്തിനും ഏതിനും പണം ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ അതില്ല എന്നുള്ളതാണ് വസ്തുത. സർ, കേരളം ഒരു സ്റ്റാഗ്നൻ്റായി പോവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അല്പം വ്യത്യസ്തമായ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. സർ, ആ ചാലഞ്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ ഔട്ട്ലുക്ക്, നമ്മുടെ ഒരു വീക്ഷണം എല്ലാവരുടേതും അല്പമൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ഞാൻ പ്രതിപക്ഷത്തെ ഒന്നും ഉദ്ദേശിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ വളരെ ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്ന ഐഡിയോളജിയിൽ വരിഞ്ഞു മുറുക്കപ്പെട്ട സ്ഥിതിയെപ്പറ്റിയൊന്നുമല്ല. നമ്മളെല്ലാവരും മാറേണ്ടി വരും. അല്ലെങ്കിൽ വലിയ സ്റ്റാഗ്നൻ്റായി പോവും, ഈ സ്റ്റേറ്റ് ദരിദ്രമായി പോവും, ആളോഹരം വരുമാനം ഇനിയും കുറയും. നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കണം. സർ, ദുബായ് ഒരു ഉദാഹരണമാണ്. അവർക്ക് എണ്ണ പറ്റി, പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു പോർട്ടാണ്. ആ പോർട്ട് വെച്ച് നല്ല വിഷൻ ഉണ്ടായതുകൊണ്ട് അവിടെ വലിയ ഡെവലപ്മെന്റ് ഉണ്ടായി. സർ, എന്താ ഉള്ളത്? അവിടെ വെതറുണ്ടോ? കേരളത്തിന്റെ മാതിരി ഇല്ല, ചൂടാണ്. തണുപ്പാണീ തണുപ്പ്, ചൂടാണീ ചൂട്. പക്ഷേ ടൂറിസ്റ്റുകൾ വരുന്നു. ആകെയുള്ള കുറച്ച് ഒരു പോർട്ട് പോലത്തെ അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ട് വേൾഡിലെ ഏറ്റവും വലിയ ട്രേഡ് സെന്ററായി സ്റ്റേറ്റ് മാറി. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നു. ഇതുപോലെ മാറാൻ കഴിയും നമുക്ക്. എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ അനുഭവിക്കും. അല്പം വ്യത്യസ്തമായ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കണം. അതിനുള്ളൊരു വിഷൻ ഈ ഡോക്യുമെന്റിൽ ഉണ്ട്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ തന്നെ ഇപ്പോൾ പ്രയോജനമില്ലാത്ത സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആധുനികവൽക്കരിക്കുകയും ലോകത്ത് ഇന്നുള്ള ടെക്നോളജിക്ക് അനുസരിച്ച് എംപ്ലോയബിളായ എന്റർപ്രണേഴ്സ് ആവാൻ പറ്റുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ ആവശ്യമാണ്. അതിന് സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയുള്ള നടപടികൾ എടുക്കണം, പരിഷ്കാരം വേണ്ടി വരും. അപ്പൊ യൂണിവേഴ്സിറ്റികളിൽ പരിഷ്കാരം വരും. അവിടെ തൊടാൻ പാടില്ല, അവിടെ പൊളിറ്റിക്സാണ്. എങ്കിൽ പിന്നെ നമ്മൾ മുടിഞ്ഞു പോവുകയാണ്. യാതൊരു സംശയവും വേണ്ട. യൂണിവേഴ്സിറ്റി കടക്കാൻ പാടില്ല, അതിനകത്തേക്ക് പോകാൻ പാടില്ല, ഒരു പരിഷ്കാരം പാടില്ല. അവിടെ എല്ലാം കൂടി നമ്മളങ്ങ് വാഴുകയാണ്. പക്ഷെ അങ്ങനെ ആയാലും എന്താ ചെയ്യുക? അപ്പൊ അതുകൊണ്ട് പരിഷ്കാരം എല്ലാ രംഗങ്ങളിലും ആവശ്യമാണ്. ഇൻവെസ്റ്റ്മെന്റ് വരണം, അപ്പോഴേ എംപ്ലോയ്മെന്റ് ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമായി. ടെക്നോളജി വളരെ സഹായകരമാണ് നമുക്ക്. ഇപ്പൊ ഞാൻ പറയപ്പോ IT മിഷനെ AI ഫ്യൂച്ചർ ടെക്നോളജി മിഷൻ എന്ന് ആക്കി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അതിനൊരു പബ്ലിസിറ്റി കിട്ടിയപ്പോൾ തുരുതുരാ വരികയാണ് കുട്ടികൾ. ഓരോരോ ആശയം കൊണ്ട്, പുതിയ പുതിയ ആശയം കൊണ്ട്, പുതിയ സ്റ്റാർട്ടപ്പും കൊണ്ട് വരികയാണ്. പക്ഷെ അവർക്ക് വേണ്ട പോലെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസെന്റീവ് കൊടുക്കാനും കൈപ്പെടില്ല. കർണാടക വലിയ പാക്കേജാണ് കൊടുക്കുന്നത്. തമിഴ്നാടിന് അവർക്ക് ഒരുപാട് വരുമാനമുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ വലിയ ഇൻസെന്റീവും പാക്കേജും ഒക്കെ കൊടുക്കാൻ കഴിയും. നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, കാശില്ല. ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചധികം പണം വെച്ച് തന്നു. എന്താ കാര്യം? ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പിന് പാക്കേജ് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സ്കോപ്പ് കൂടുതൽ ഉയർത്താനാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിക്ഷേപം ധാരാളം വരും. പക്ഷേ നിക്ഷേപത്തിന് ഓപ്പണപ്പ് ചെയ്യുമ്പോൾ വളരെ യാഥാസ്ഥിക മനോഭാവത്തോടു കൂടി അത് പറ്റൂല, ഇത് പറ്റൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ പറയുന്ന സ്ഥിതിയൊന്നും മതിയാക്കി കേരളത്തെ രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ റൂട്ടിലേക്ക് കയറ്റി, ഞാൻ അത്ര ഇപ്പോൾ പറയും, ഡീറ്റെയിൽസിൽ പോകില്ല, കയറ്റി നിർത്തിയില്ല എങ്കിൽ നമ്മൾ വളരെ സ്റ്റാഗ്നന്റ് ആവും. ഇവിടെ 80% വരുമാനം പോയി കഴിഞ്ഞ് 20% കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്? കുറച്ച് കഴിയുമ്പോഴേക്ക് പലിശ കൂടി അതും ഇല്ലാതാവും, ശമ്പളം വരെ മുടങ്ങും. അതുകൊണ്ട് നിക്ഷേപം എല്ലാ മേഖലയിലും വരണം. നമ്മൾ മലയാളികൾക്ക് തനതായി ഉള്ള ശക്തി ഇനി നമ്മൾ പുറത്തെടുത്തില്ല എങ്കിൽ വരുന്ന ജനറേഷൻ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് വ്യവസായ വകുപ്പിനെ തന്നെ കാണേണ്ടത്, നമ്മളെ സംബന്ധിച്ച് എല്ലാ വകുപ്പുകളും പരിഷ്കരിക്കുന്ന രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ മാറാനുള്ള, അവിടെയൊക്കെ നിക്ഷേപം, അതാണ് ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ വെച്ച വിഷയം. അത് ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്.